1201 വൃശ്ചിക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും കൂടി ചേർന്നതാണ് മേടക്കൂർ എന്ന് പറയുന്നത്. 17/11/2025 മുതൽ 15/12/2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ഒരുവിധം കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഉള്ളൊരു സമയമാണ്. അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ധാരാളം ധനലാഭം കിട്ടാനും സാധ്യതയുണ്ട്. കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി കുറച്ച് കഠിന ശ്രമം നടത്തേണ്ട കാര്യങ്ങളുമുണ്ട്. അധികാരികളിൽ നിന്നുള്ള ഭയപ്പെടുത്തുകൾ, അതായത് ഏതെങ്കിലും ഓഫീസിൽ ചെല്ലുമ്പോൾ മേലധികാരി പല രീതിയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് മാറിക്കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒടിവുകൾ, ചതവുകൾ, മുറിവുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും ഭേദമാകുന്നതാണ് ഈ വൃശ്ചിക മാസത്തിൽ. രക്തസംബന്ധമായ രോഗങ്ങളുടെ ഉപദ്രവം നിമിത്തം കഷ്ടതയുള്ളവർക്കും സുഖമാകുന്നു. ഏതെങ്കിലും രീതിയിൽ ഉള്ള രക്തത്തിലുള്ള രോഗബാധമോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ മിനറൽസിൻ്റെയോ അല്ലെങ്കിൽ കുറവുകൾ മൂലമോ ഉള്ള രോഗങ്ങളെല്ലാം സുഖമാകും എന്നുള്ളതാണ്. മാനഭംഗത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടും എന്നുള്ളതാണ് കാണുന്നത്. മേടക്കൂറിൽ ജനിച്ചവർക്ക് ഇപ്പോൾ 7ാം ശനിയുടെ കാലമാണ്. അതിനാൽ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതായത് വീട് നിർമ്മാണത്തിലിരിക്കുന്നവർ ഓരോ ഘട്ടങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക, നഷ്ടം വരാതെ നോക്കുക, കണക്കുകൾ ശ്രദ്ധിക്കുക. പിന്നെ ഗുരുവിന് ഇപ്പം മാറ്റമുണ്ട്. 5/12/2025 ഗുരു കർക്കിടക രാശിയിൽ നിന്നും വക്രം സഞ്ചരിച്ച് മിഥുന രാശിയിലേക്ക് വരുന്നുണ്ട്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാം. അതുപോലെ കുറച്ച് കാര്യങ്ങൾ നടന്നു കിട്ടാനായിട്ട് കുറച്ച് താമസം വരാം എന്നുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇനി ഓരോ നക്ഷത്രക്കാരുടെയും ഇത് 3 നക്ഷത്രക്കാർ ഇതിൽ വരുന്നുണ്ട്. അവരുടെ എല്ലാം ഞാൻ വിശദീകരിച്ച് ഓരോ നക്ഷത്രത്തിൻ്റെ വീതം പറയുകയാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാർക്കുള്ളതാണ്. 2.5 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. അതായത് ബാല്യകാലത്തുള്ള അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ. 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഉള്ളവർക്ക് വിദ്യാഭ്യാസം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ദുഃഖം വരാം, വിദേശവാസം കാണാം, ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വലിയ രോഗങ്ങളല്ല. 26 മുതൽ 36 വരെ വയസ്സുള്ളവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ കൊടുക്കുന്നതാണ്. പുതിയ വാഹനം, വിവാഹം, സന്താനഭാഗ്യം എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വരാം. അതായത് മേജർ സർജറി അല്ല, തീപ്പൊള്ളലേറ്റുള്ള സർജറി ഉണ്ടാവാം. അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള പൊള്ളലേറ്റോ ഇടിമിന്നൽ മൂലമോ അങ്ങനെയൊക്കെയുള്ള ഒരു പൊള്ളൽ മൂലമുള്ള ചെറിയ സർജറികളൊക്കെ ഉണ്ടാകാം. പിന്നെ അശ്രദ്ധ കാണിച്ചാൽ, ഇത് കൂട്ടുകെട്ട് മോശമാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ രാജ്യദ്രോഹപരമായ കുറ്റങ്ങൾ ചെയ്യുകയും ചെയ്താൽ ജയിൽവാസം വരുന്നതിനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അവർക്ക് അച്ഛനമ്മമാരോ ബന്ധുക്കളോ ഉറ്റ ബന്ധുക്കളോ അച്ഛനമ്മമാരോ ആരെങ്കിലും മരണപ്പെടുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില രോഗങ്ങൾ വരേണ്ട സാധ്യത കാണുന്നുണ്ട്. ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ അന്യനാട്ടിൽ പോയി താമസിക്കാനും ഉള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അവർക്ക് നിന്ന, പരിഹാസം, പഴി, അപവാദം എന്നിവ മറ്റുള്ളവരുടെ നിന്നും ഏൽക്കുകയും അതുമൂലം അവർക്ക് ദുഃഖമുണ്ടാകുകയും ചെയ്യാം. ഇണയുടെ മരണം, ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടാം. അതിൻ്റെ ദുഃഖവും അവർക്ക്, ഒറ്റപ്പെടലൊക്കെ അവർക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ഞാൻ പ്രവചിക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാരെ കുറിച്ചാണ്. 15 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് പല ഗുണഫലങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. നല്ല വിദ്യാഭ്യാസം ലഭിക്കാം, ഗുണനിലവാരമുള്ള സ്കൂളിൽ പഠിക്കാം, വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ചിത്രരചന, സംഗീതം, മറ്റു കലകളെല്ലാം പഠിക്കാനും അത് പ്രദർശിപ്പിക്കാനും ഉള്ള ഒരു അവസരം കൂടിയാണ്. അതുപോലെ 21 വയസ്സ് മുതൽ വരെയുള്ള 21 വയസ്സ് വരെയുള്ള അതായത് 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ചില ദുഃഖങ്ങൾ വരേണ്ട സാധ്യതയുണ്ട്. മനഃപ്രയാസങ്ങളൊക്കെ വരാം. ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കണം. വിദേശവാസം കാണുന്നു. അത് ഒന്നീ വിദ്യാഭ്യാസത്തിനാകാം, അല്ലെങ്കിൽ അച്ഛനമ്മയോടൊപ്പം ഒരു വിദേശ വിനോദയാത്രയ്ക്കാകാം. അപകടങ്ങൾ വരേണ്ട സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് ശ്രദ്ധിച്ചു പോവുക.
ഇനി 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് പല ഗുണങ്ങളും അവർക്ക് ലഭിക്കുന്നു. പ്രതീക്ഷിച്ച വിദ്യാഭ്യാസം, നല്ല ജോലി, ഇഷ്ട വിവാഹമെല്ലാം നടക്കുവാനുള്ള ഒരു അവസരമാണ്. അതുപോലെ അലർജി, ശ്വാസം മുട്ടലെല്ലാം ചിലർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇനി 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ചില സർജറികൾ നടക്കേണ്ട ഒരു കാലഘട്ടമാണ്. തീപ്പൊള്ളലേൽക്കാം, അവർക്ക് കോടതിയിൽ ചില കേസുകൾ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ ജയിൽവാസം വരേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട്. വളരെ സൂക്ഷിക്കുക. വിദേശ ജോലിയിലുള്ളവർക്ക്, വിദേശ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വിദേശ ജോലിയിൽ അവർക്ക് പ്രവേശിക്കുന്നതിനും സാധിക്കുന്നു. അതുപോലെ 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് മരണഭയം ഉണ്ടാകാം. വെറുപ്പും നൈരാശ്യവും വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ബുദ്ധിയില്ലായ്മ കാട്ടാം, ചിന്തിക്കാതെ എടുത്തു ചാടി എന്തെങ്കിലും പ്രവർത്തിക്കാം. വിഷബാധ, അതുപോലെ ചില രോഗങ്ങളൊക്കെ ഏൽക്കാം. വ്യാപാരത്തിൽ നഷ്ടം വരാം. ഇണയോട് നീതി പുലർത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നുകൂടാം. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്ക് എല്ലാം ഒരു ശാന്തി ഉണ്ടാകുന്ന, കഷ്ടപ്പാടുകൾക്കും വിഷമങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുന്നു. അതാണ് ശാന്തി ഉണ്ടാകുമെന്ന് പറഞ്ഞത്. എല്ലാവരുമായി ഒത്തുകൂടി കുടുംബത്തിൽ സമാധാനം നിലനിർത്താം, ആത്മീയതയിലേക്കും തിരിയാം. നല്ലൊരു കാലഘട്ടമാണ്. സാമ്പത്തികമായിട്ടെല്ലാം അഭിവൃദ്ധി ഉണ്ടാകാം. 72 വയസ്സിന് മുകളിലോട്ടുള്ള ഭരണി നക്ഷത്രക്കാർക്ക് വളരെ മോശപ്പെട്ട ഒരു സമയമാണ്. എല്ലാവർക്കും അല്ല, ചിലർക്കാണ്. ഇണയുടെ മരണം ഒരു ദുഃഖമുണ്ടാക്കാം. പിന്നെ പഴി, അപവാദം എന്നിവ കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. ഇനി കാർത്തിക നക്ഷത്രക്കാർക്കുള്ളതാണ്. 10 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ശാരീരിക സുഖം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ഇവർക്ക് ഒരു സർജറി നടത്തേണ്ട, ഒരു ചെറിയ ഓപ്പറേഷൻ നടത്തേണ്ട ഒരു സാഹചര്യം വരാം. ദേശദ്രോഹം മുതലായ നടപടികളിൽ ഏർപ്പെട്ടാൽ ജയിൽവാസം കാണുന്നതിനും സാധ്യത കാണുന്നു. കൂട്ടുകെട്ടുകളൊക്കെ ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ചില ആപത്തുകൾ വരേണ്ട സാധ്യത കാണുന്നുണ്ട്. ധനനാശം കാണുന്നുണ്ട്. ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. മനപ്രയാസങ്ങൾ വരാം. അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന് ഇവയ്ക്കെല്ലാം അടിമയാകാതെ ശ്രദ്ധിക്കുക. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ചില നഷ്ടങ്ങൾ അവർക്ക് വീണ്ടെടുക്കപ്പെടേണ്ട ഒരു സമയമാണ്. അവർക്ക് ഇന്നുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും വിഷമങ്ങൾക്കെല്ലാം പരിഹാരമായി അവർക്ക് ധാരാളം ധനവും ധാരാളം ഐശ്വര്യങ്ങളും അവർക്ക് വരേണ്ട സാധ്യതയുണ്ട്. ആത്മീയതയിലേക്കും അവർ തിരിയേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ജോലിയിലുള്ള, തൊഴിലിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടി അതിന് ഉയർച്ച ഉണ്ടാകുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ അപവാദം കേൾക്കേണ്ട സാധ്യതയുണ്ടെന്ന് വെച്ചാൽ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ പഴി കേൾക്കാം, ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കാം. മരണഭയം വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇണയുടെ, അതായത് ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണമുണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖം ഉണ്ടാകാം. അന്യനാട്ടിൽ താമസിക്കാൻ നിർബന്ധപൂർവം പോകേണ്ട ഒരു സാഹചര്യം വരാം. വാതരോഗം വരേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട്. 71 വയസ്സിന് മുകളിലോട്ട് ഉള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടാം. അവരുടെ ഒരു നല്ല സമയമാണ്. അവർക്ക് ധനമുണ്ടാകാം, ധാന്യങ്ങളുണ്ടാകാം, മറ്റുള്ള രീതിയിലെ ബന്ധുസഹായങ്ങളും അഭിവൃദ്ധി, ഐശ്വര്യങ്ങളും സമൃദ്ധ സുഖങ്ങളും അവർക്ക് ലഭിക്കുന്നതിനുള്ളൊരു സമയമാണ്. പിന്നെ ഇതിന് അവർക്ക് ഈ ചില സമയങ്ങളിൽ അവർക്ക് അതിസാരം, അതായത് വരളക്കം പോലുള്ള രോഗങ്ങൾ പിടിപെടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ഇത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് ഞാനിവിടെ പ്രവചിച്ചത്. കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കാൻ ജാതക പരിശോധന ആവശ്യമായി വരുന്നുണ്ട്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ മുഹൂർത്തപരമായതോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ഞാനുമായിട്ട് ബന്ധപ്പെടുക. സൂര്യനും ചൊവ്വയും ബുധനും കൂടി വൃശ്ചിക രാശിയിൽ അവർ സംയോജിക്കുന്നു. ആ സംയോജന മുഖാന്തരം ഈ മേടക്കൂറിലുള്ളവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകാം. പെട്ടെന്ന് ഉചിതമായ തീരുമാനം എടുക്കുന്നതിന് അവർക്ക് ഒരു കഴിവ് ലഭിക്കുന്നു. ബുദ്ധിശക്തി, യുക്തിചിന്ത ഇവ ഉണ്ടാകുന്നു. രാഷ്ട്രീയക്കാർക്കും യൂണിഫോം സർവീസിലുള്ളവർക്ക്, അതായത് പോലീസ്, പട്ടാളം അങ്ങനെയുള്ള യൂണിഫോം ഇട്ടുള്ള സർവീസിലുള്ളവർക്കും വളരെയധികം ഗുണകരമായ ഒരു സമയമാണ്. അതുപോലെ ഈ സംയോജനം ധനലാഭം ഉണ്ടാക്കുന്നു. അമിത ഭയം ഉണ്ടാകുന്നതെല്ലാം മാറിക്കിട്ടുന്നു. വിദ്യാർത്ഥികൾക്ക് കാര്യശേഷി ഉണ്ടാകുന്നു. അവരുടെ പ്രോജക്റ്റ് പേപ്പറുകൾ ശ്രദ്ധ നേടുന്നു. PhD ചെയ്യുന്നവർക്ക് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് അത് അംഗീകരിക്കുവാൻ സാധിക്കുന്നു.
ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു. എങ്കിലും മേലധികാരികളിൽ നിന്ന് ശകാരം കേൾക്കാതെ ശ്രദ്ധിക്കുക. ഈ വൃശ്ചിക മാസത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.